പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ നേരത്തെ ഉണർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് എൻ്റെ ശരീരം ദൈവത്തിന് ഇഷ്ടമനുസരിച്ച് മാത്രം ജീവിക്കുന്ന ഒന്നായി മാറ്റുവാൻ ദൈവം ഒരുക്കുന്നു. ഒപ്പം തന്നെ എൻ്റെ മർത്ത ശരീരം അമർത്ത ശരീരമായി മാറുന്ന ദിവസമുണ്ട്. എങ്കിൽ പ്രിയമുള്ളവർ, നമുക്ക് ഇന്ന് ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നമുക്ക് എങ്ങനെ സാധിക്കുമെന്ന്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യത്തിലൂടെ ആ മനോഹരമായ വഴികൾ പൗലോസ് ശ്ലീഹ പറഞ്ഞു തരുന്നത്. വചനപ്രകാരമാണ്. അല്ല, എങ്ങനെയാണ് നമ്മുടെ മർത്ത ശരീരം അമർത്യത കൈവരിക്കുന്നത്, രൂപാന്തരം സംഭവിക്കുന്നതെന്ന് പൗലോസ് ശ്ലീഹ പറഞ്ഞു തരുന്നത്, സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. അതായത് പ്രിയമുള്ളവരെ, നമ്മുടെ ദുർബല ശരീരത്തെ എങ്ങനെയാണ് മഹത്വമുള്ള ഒരു ആത്മീയ ശരീരമായി മാറ്റണമെന്ന്. നമ്മുടെ ശരീരം ബലഹീനമാണെങ്കിലും ദൈവത്തിൻ്റെ ശക്തിയാൽ അത് ശക്തമാക്കപ്പെടും. ഈ വചനത്തെ സൂചിപ്പിക്കുന്ന പോലെ നാം 3 ദിവസം ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള ശരീരമായി സാമ്യമുള്ള രൂപാന്തരപ്പെട്ട ഒരു പുതിയ മഹത്വീകരിക്കപ്പെട്ട ശരീരം സ്വീകരിക്കുമെന്നാണ് ഇവിടെ ചിന്തിക്കുന്നത്. ഒന്ന്, ശരീരത്തിൻ്റെ രൂപാന്തരം. നമ്മുടെ ശരീരം ദുർബലമാണെങ്കിൽ ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള ശരീരം പോലെ ഒരു ശരീരമായി മാറുന്നതിനെക്കുറിച്ചാണ് ഈ വാക്യം സൂചിപ്പിക്കുന്നത്. ഇതെങ്ങനെ സാധിക്കുന്നു? ദൈവിക ശക്തിയാൽ. എല്ലാം തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിവുള്ള ദൈവത്തിൻ്റെ ശക്തിയാൽ ഈ പരിവർത്തനം പൂർത്തീകരിക്കപ്പെടും. ഒപ്പം തന്നെ ഈ വചനം നമുക്ക് തരുന്നത് നിത്യതയിലുള്ള പ്രത്യാശയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഭാവിയിലെ പുനരുദ്ധാനത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും ഒരു ഉദ്ധിതമായ ശരീരം വാഗ്ദാനത്തിൽ പ്രത്യാശ നൽകുന്ന ഒന്നാണ്. എങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസം ദൈവത്തിൻ്റെ രൂപാന്തരീകരിക്കപ്പെട്ട ശരീരം മാറാനുള്ള നമ്മുടെ ശരീരം, ദൈവത്തിൻ്റെ ആലയമായ ശരീരം വിശുദ്ധിയോടുകൂടി കാത്തു സൂക്ഷിക്കുവാനും വിശുദ്ധി നിറഞ്ഞ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, ഈ പ്രഭാതത്തെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ ദിവസമല്ല, എല്ലാ ദിവസവും ദൈവത്തിൻ്റെ രൂപാന്തരീകം പ്രാപിച്ച ശരീരം പോലെ നമ്മുടെ ശരീരവും ആത്മശരീരമായി മാറുന്നുവെങ്കിൽ അതിൻ്റെ പവിത്രതയിൽ നമ്മുടെ ശരീരം കാത്തു സൂക്ഷിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഈശോയോട് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, എൻ്റെ ശരീരത്തെ ബഹുമാനിക്കുവാനും പാപത്തിന് വിധേയമാകാതിരിക്കുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗത്തിൽ നിൻ്റെ പുത്രൻ നൽകിയ പുതിയ രൂപത്തിൻ്റെ പൂർണ്ണ സ്വീകരിക്കുവാൻ ഞാൻ എന്നും എൻ്റെ ശരീരത്തെ ഒരുക്കി നിർത്തട്ടെ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറക്കരുത് പ്രിയമുള്ള സഹോദര സഹോദരി, നമ്മുടെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ജീവിക്കുവാൻ, വിശുദ്ധിയോട് ജീവിക്കാൻ ഈ ദിവസം അല്ല എല്ലാ ദിവസവും അമ്മയെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ ഈശ്വരാശ്വാസം തരാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.